പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ബിക്കോസ് ആ കർത്താവ് നമ്മെ തൻ്റെ ജനമായും തൻ്റെ അവകാശമായും തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയരെ, ദൈവം നമ്മെ തൻ്റെ അവകാശമാക്കി മാറ്റിയിരിക്കുന്നു. ദൈവം എന്നെ തൻ്റെ മകനായും മകളായും നമ്മളെ ദൈവം തൻ്റെ ജനമായും കണ്ടിരിക്കുന്നു, അങ്ങനെ ആക്കിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹം പ്രാപിച്ചു തുടങ്ങുകയാണ്. മാത്രവുമല്ല, പിതാവും ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുയേശുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഒരു ബോധ്യം നമ്മളിലേക്ക് വരികയും ആ ബോധ്യത്താൽ നമ്മൾ ലീഡ് ചെയ്യപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതം അങ്ങനെ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം വരും. പ്രൈസ് ദി ലോർഡ്. സോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇന്ന് ഞാൻ 106 സങ്കീർത്തനം വായിച്ചപ്പോൾ അതിൻ്റെ 106 വാക്യത്തിൽ ഇപ്രകാരം ഞാൻ കാണുവാനിടയായി, ദൈവം തൻ്റെ അവകാശത്തെ ഉപേക്ഷിച്ചു. സോ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. ദൈവത്തിന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കാൻ കഴിയുമോ? ദൈവത്തിന് തൻ്റെ അവകാശത്തെ തള്ളിക്കളയാൻ കഴിയുമോ? ഞാൻ പറയും, ഒരിക്കലും ദൈവത്തിന് നമ്മെ മനഃപൂർവ്വമായി തള്ളിക്കളയാൻ കഴിയില്ല, മനഃപൂർവ്വമായി ഉപേക്ഷിക്കാൻ കഴിയത്തില്ല നമ്മുടെ കർത്താവിന്. ഒരുപക്ഷെ ലോകത്തിലുള്ള നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളെ കരുതുമെന്ന് നമ്മൾ വിചാരിക്കുന്നവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, സ്നേഹിതരെന്ന് നമ്മൾ വിചാരിക്കുന്നു, ഇവർക്കൊക്കെ നമ്മെ കാപഢ്യമായി സ്നേഹിക്കാൻ കഴിയും, കാപഢ്യമായി നമ്മെ ചേർത്ത് പിടിക്കാൻ കഴിയും, നമ്മോടൊപ്പം അവരുണ്ടെന്ന് നമ്മളെ അഭിനയിച്ച് കാണിക്കും. പക്ഷേ ഒരു സമയം വരുമ്പോൾ അവർ നമ്മെ തള്ളിക്കളയും, ഒരു സമയം വരുമ്പോൾ അവർ നമ്മെ ഉപേക്ഷിക്കും. അതൊരു ആഘോഷമാക്കി മാറ്റി അതവർ സന്തോഷമാക്കി മാറ്റുകയും ചെയ്യും. അതാണ് ലോക സ്നേഹവും ലോകത്തിലുള്ളവരും കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ മനഃപൂർവ്വമായി തള്ളിക്കളയുകയില്ല. തള്ളിക്കളയുന്നു എന്ന് ഇപ്പം നമ്മൾ വചനത്തിൽ കണ്ടതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ മനസ്സിലാക്കിക്കണോ, അത് സദാകാലത്തേക്കുമായിട്ട് അവൻ നമ്മെ തള്ളിക്കളയുകയല്ല. നമ്മുടെ അകൃത്യങ്ങൾ കാരണം അത്രേ, വചനപ്രകാരം പറയുന്നുണ്ട്, അവരുടെ അകൃത്യങ്ങൾ കാരണം അത്രേ അവൻ അവരെ തള്ളിക്കളഞ്ഞത്, അവരെ മറന്നതുപോലെ കാണിച്ചത്. എന്നാലും അവരൊരു മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന പിതാവായി നമ്മുടെ സ്വർഗീയ പിതാവിനെ വചനത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നൊരു ഭാഗമാണ് മുടിയനായ പുത്രൻ്റെ കഥ. അവിടെ പറയുന്നത്, മുടിയനായ പുത്രനായ മനുഷ്യൻ, ആ പുത്രൻ തൻ്റെ പിതാവിൽ നിന്ന് തനിക്കുള്ള അവകാശത്തെ വാങ്ങിക്കൊണ്ട് ദൂരൊരു പ്രദേശത്തേക്ക് കടന്നുപോയി. ആ അവകാശത്തെ മുഴുവനെ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ കോൺസിക്വൻസ് എല്ലാം താൻ അനുഭവിച്ച് അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും താൻ എങ്ങനെയായിരുന്നു എന്നുള്ള ബോധ്യം തനിക്ക് വന്നപ്പോൾ അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്നെ കാത്തു നിൽക്കുന്ന ഒരു പിതാവ്, തന്നെ കെട്ടിപ്പിടിക്കുന്ന, തന്നെ സ്നേഹ ചുംബനത്താൽ ആശ്ലേഷിക്കുന്ന, തനിക്ക് വേണ്ടി ഫീസ്റ്റ് ഒരുക്കി നിൽക്കുന്ന ഒരു പിതാവിനെയാണ് താൻ അവിടെ കാണുന്നത്. അപ്രകാരമാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ സ്നേഹിക്കുന്നത്, നമ്മെ കരുതുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പൂർവ്വപിതാക്കന്മാരായ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇത് വന്നത്? അവർ ദൈവത്തിൻ്റെ വഴികളെ മറന്നുപോയി. ദൈവം അവരെ കരുതിയ കരുതലുകളെ, ദൈവം അവരെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെ, ദൈവം അവരെ ദൈവത്തിൻ്റെ അവകാശമാക്കി സമ്പത്താക്കി കണ്ടിരുന്ന ആ ഒരു അവസ്ഥയെ, ആ ഒരു എന്താ പറയുക, ആ ദൈവത്തിൻ്റെ നിലപാടിനെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം അവർ പിശാചിനാൽ ലീഡ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. പ്രിയരെ, പിശാച് നമ്മെ തകർക്കാൻ തക്കവണ്ണം, വിശേഷാൽ ദൈവഹിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി അവൻ എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. തക്കം പാത്ത് നിൽക്കുകയാണ് അവൻ. ഒരു മൈന്യൂട്ട് പോയിന്റ് കിട്ടിയാൽ അവിടെ കയറി പിടിച്ച് നമ്മെ തകർത്ത് കളയുവാൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടി തകർത്ത് കളയുവാൻ വേണ്ടി പിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി ഇത് ഇവിടെ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും വരും തലമുറകളുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സോ ഇവിടെ നോക്കിക്കേ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് വ്യതിചലിച്ച് മൂവ് ചെയ്യത്തക്കവണ്ണം പിശാച് ഇവരെ കരങ്ങളിലെടുത്തു. ഇവരെന്തു ചെയ്തു? ഇവർ പോയി ജാതീയ ദൈവഹിതപ്രകാരമല്ലാത്ത ജാതീയ വ്യക്തി ജീവിതങ്ങളോട് കൂടെ ഇടകലർന്ന് അവരെ പോലെയുള്ള ഒരാളായി അവർ മാറി അവരുടെ പ്രവൃത്തികളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തു.
മനസ്സിലാക്കണം, അവരുമായി ഇടകലർന്നു, അവരുടെ പ്രവൃത്തികളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തു. സ്തോത്രം. നോക്കിയോ, അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ ഇവർ ലോക മനുഷ്യരായി ജീവിച്ച, ലോകത്തിന് ഇഷ്ടങ്ങൾ ചെയ്ത് ജീവിച്ച, ലോകത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച ഒരു കൂട്ടം ലൗകിക മനുഷ്യരുടെ സ്വഭാവത്തെ അവരുടെ ജീവിതത്തിലേക്ക് അവർ അഡാപ്റ്റ് ചെയ്തു. അതിന് പ്രകാരം അവർ ജീവിച്ചു. അത് പിന്നത്തേതിൽ അവർക്കൊരു കെണിയായി തീർന്നു. 106-ാം സങ്കീർത്തനം 36-ാം വാക്യം പറയുന്നു, അത് അവരുടെ ജീവിതത്തിൽ ഒരു കെണിയായി തീർന്നു. 41-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവം അവരെ എന്തു ചെയ്തു? അവരെ ദൈവം ഉപേക്ഷിച്ച് അവരെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? ശത്രു അവരെ ഞെരുക്കി. നോക്കണം, ഒരു സമയത്ത് അവരുമായി ഇടകലർന്ന് അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിതചര്യകളൊക്കെ നല്ലതാണ്, അവരുടെ ഇടപെടലുകളും സ്നേഹസമ്പർക്കങ്ങളും ഒക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കി അത് തങ്ങളുടെ ജീവിതത്തിൽ ഇടകലർത്തിയവർ പിന്നത്തേത് അതൊരു കെണിയായി തീർന്നു എന്നറിഞ്ഞപ്പോൾ അത് പിന്നെ ശത്രുത്വത്തിലേക്ക് പോയി. അതിൻ്റെ വാസ്തവമായ എന്താണ് തലമെന്ന് വെളിപ്പെട്ടു വന്നപ്പോഴേക്കും അവരുടെ കരങ്ങളിൽ നിന്ന് എല്ലാം എന്താ പറയുക, അവരുടെ കരങ്ങളിൽ നിന്ന് അതുവരെ അവർ ആയിരുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ പിടി വിട്ടുപോയി എന്ന് വേണം പറയാൻ. അവരുടെ അവർ സ്നേഹിതരെന്ന് കരുതിയിരുന്നവർ അവരെ ഞെരുക്കാൻ തുടങ്ങി. അതവർക്ക് കെണിയായി തീർന്നു. അവരുടെ സ്നേഹിതരെന്ന് അവർ അതുവരെ കരുതിയിരുന്നവർ അവരെ ഞെരുക്കി. നോക്കണം, അവിടെയാണ് ദൈവം അവരെ ഉപേക്ഷിച്ചുവെങ്കിലും പൂർണ്ണമായി ഉപേക്ഷിച്ചോ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ എന്താ പറയുക, അവരുടെ സ്നേഹിതരെന്ന് കരുതിയിരുന്നവർ അവരെ ഞെരുക്കിയെങ്കിലും വചനം പറയുന്നു പലപ്പോഴും അവരെ കർത്താവ് വിടുവിച്ചു. നോക്കണം, അവരിൽ നിന്നൊരു മടങ്ങി വരവ് ഉണ്ടായില്ലെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ കർത്താവ് അവരുടെ ശത്രുക്കളായവർ അവരെ ഞെരുക്കുന്നത് കണ്ടിട്ട്, അവരെ തകർക്കാൻ നോക്കുന്നത് കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് അവരെ പലപ്പോഴും വിടുവിച്ചിട്ട് പോലും അവരെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയാത്ത ഒരു കൂട്ടമായി നിലകൊള്ളുന്ന പിതാക്കന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് കടന്നു പോയപ്പോഴേക്കും അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്താണെന്നുള്ളത് കുറേ അങ്ങ് അനുഭവിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. 44-ാം വാക്യം പറയുന്നു, അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു നിലവിളി എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി, ഇനി രക്ഷിക്കാൻ ആരുമില്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് നിലവിളിയുടെ അനുഭവം കടന്നു വരുന്നു. നിലവിളിച്ചപ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മളെ കരുതുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നവരോ, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്നവരോ ഒക്കെ നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി. നമ്മൾ നിലവിളിക്കുമ്പം ഇവരാരും വരത്തില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം ഇവിടെ കാണാൻ കഴിയുന്നത്. അവർ നിലവിളിച്ചു, അയ്യോ രക്ഷിക്കാൻ ആരുമില്ല, അയ്യോ വിടുവിക്കാൻ ആരുമില്ല, ഞങ്ങൾ ഇവിടെ ഞെരുക്കം അനുഭവിക്കുക, കഷ്ടത അനുഭവിക്കുക. ഇവരിങ്ങനെ നിലവിളിച്ചപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത് അവരെ ഉപേക്ഷിച്ചവനായ കർത്താവാണ്. സോ നമ്മുടെ കർത്താവ് നമ്മെ മനഃപൂർവ്വമായി ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കർത്താവ് അവരെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നതായി കാണാൻ കഴിയുന്നത്. അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു. അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു. നോക്കണം, നമ്മളുമായി ഒരു നിത്യമായ ഒരു നിയമം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയവനാണ് നമ്മുടെ കർത്താവ്. സോ നിത്യമായ നിയമം നമ്മളുമായിട്ടുള്ള കർത്താവിന് നമ്മെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. നാം നിലവിളിയോടെ നമ്മൾ മടങ്ങി വന്നാൽ, അനുതാപത്തോടെ നാം മടങ്ങി വന്നാൽ ആ കർത്താവ് നമ്മെ എന്നേക്കുമായി കൈക്കൊള്ളും. തൻ്റെ മാറൊരണയ്ക്കും തൻ്റെ മക്കളായി വീണ്ടും കൈക്കൊള്ളും. അവൻ്റെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.